കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് കവർച്ചാശ്രമം നടന്നുവെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം വൻ രാഷ്ട്രീയ വിവാദത്തിനായിരുന്നു തിരികൊളുത്തിയത്. ഒരു കേന്ദ്രീകൃത സംവിധാനം ഉപയോഗിച്ചാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടക്കുന്നതെന്നും അതിനു പിന്നിൽ ഗൂഢസംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്നുമുള്ള രാഹുലിന്റെ ആരോപണങ്ങളെ പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും തള്ളുകയായിരുന്നു. എന്നാൽ അന്ന് അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് കർണാടക പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ. അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത്. സ്വാഗതം. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അലന്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 6018 വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു എന്നായിരുന്നു രാഹുൽ ഗാന്ധി ആരോപിച്ചത്. ഇത് ശരിവെക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കലബുർഗി ജില്ലയിലെ ഒരു സ്വകാര്യ ഡേറ്റാ സെന്ററിൽ നിന്നാണ് ഈ വോട്ട് കവർച്ച നടത്തിയത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വോട്ടർമാരുടെ പേരുകൾ ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള വ്യാജ ഫോമുകൾ സമർപ്പിക്കാൻ ഏകദേശം 5 കമ്പ്യൂട്ടർ സെറ്റുകൾ ഉപയോഗിച്ചതായും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കലബുർഗി മേഖലയിലെ BJP നേതാക്കളാണ് പ്രധാനമായും ഈ ഡേറ്റാ സെന്ററിനെ സമീപിച്ചത് എന്നാണ് വിവരം. കൂടാതെ കലബുർഗി മേഖലയിലെ മറ്റൊരു നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ വരുത്താൻ ഡേറ്റാ സെന്ററുമായി കരാറിൽ ഒപ്പിട്ടുവെന്നും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓരോ വ്യാജ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും 80 രൂപയായിരുന്നു പ്രതിഫലം. കലബുർഗിയിലെ ഒരു അക്കൗണ്ടന്റ് വഴി ഡേറ്റാ സെന്ററിന്റെ നടത്തിപ്പുകാർക്ക് ഫണ്ട് കൈമാറിയതായും SIT അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പിൽ അക്കൗണ്ടന്റ് ഒരു പ്രധാന കണ്ണിയാണെന്നും അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അലന്തിൽ മാത്രമല്ല മറ്റ് പല നിയോജക മണ്ഡലത്തിലും ഇത്തരം വോട്ട് മോഷണം നടന്നതായും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അതേസമയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനും ഡേറ്റാ സെന്ററുകളുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് 2023 ഗുൽബർഗ് നോർത്തിൽ നിന്ന് നേരിയ വോട്ടിന് പരാജയപ്പെട്ട BJPയുടെ ചന്ദ്രകാന്ത് പാട്ടീൽ അവകാശപ്പെടുന്നത്. BJP സ്ഥാനാർത്ഥിയല്ല, പ്രാദേശിക BJP നേതാക്കളായിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുക എന്നുകൂടി അദ്ദേഹം പറയുന്നു. എന്നാൽ കോൺഗ്രസ് ഉന്നയിച്ച വോട്ട് മോഷണം തെളിഞ്ഞിരിക്കുകയാണ് എന്നാണ് കലബുർഗി മേഖലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ പ്രിയങ്ക് ഖാർഗെ പറയുന്നത്. BJP നേതാക്കളുടെയും കൂട്ടാളികളുടെയും കള്ളക്കളിയിലേക്ക് വെളിച്ചം വീശുന്നതാണ് അന്വേഷണത്തിലെ ഓരോ കണ്ടെത്തലുമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. വോട്ട് മോഷണ നാടകത്തിലെ എല്ലാ വൃത്തികെട്ട തന്ത്രങ്ങളും പ്രവർത്തന രീതികളും പുറത്തു കൊണ്ടുവരികയും ഉത്തരവാദികളായവരെയെല്ലാം ജയിലിലടക്കുകയും വേണമെന്നാണ് പ്രിയങ്ക് പറയുന്നത്. അലന്തിലെ കോൺഗ്രസ് MLA BR പാട്ടീലാണ് ശരിക്കും ഈ കള്ളക്കളി പുറത്തു കൊണ്ടുവരുന്നത്. 2018 BJP സ്ഥാനാർത്ഥിയായിരുന്ന സുഭാഷ് കുട്ടേദാറിനോട് വെറും 697 വോട്ടുകൾക്ക് പാട്ടീലിന് സീറ്റ് നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചായിരുന്നു 2023 തെരഞ്ഞെടുപ്പിനെ പാട്ടീൽ നേരിട്ടത്. അങ്ങനെയിരിക്കെയാണ് തന്റെ ബന്ധുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട കാര്യം ഒരു ബൂത്ത് ലെവൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കാര്യം തിരക്കിയപ്പോൾ പേര് നീക്കം ചെയ്യപ്പെട്ട വ്യക്തിക്കോ അതിന് അപേക്ഷ നൽകിയ ആൾക്കോ അതേക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം പുറത്തുവന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഇത് ഒരിടത്ത് മാത്രമല്ല നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി നടന്ന ക്രമക്കേടാണ് എന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചെങ്കിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തരത്തിലും സഹകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. പലതവണ കത്തെഴുതി വിവരങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും അവരത് നൽകിയിരുന്നില്ല. ഒടുവിൽ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി തന്നെ വാർത്താസമ്മേളനം നടത്തിയതോടെയാണ് വിഷയത്തിന് രാജ്യവ്യാപക ശ്രദ്ധ ലഭിക്കുന്നത്.